നമ്മളുടെ പൂർവികർ ആചരിച്ചിരുന്ന പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളാണെന്ന് പലരും കരുതുന്നു. എന്നാൽ ഈ ആചാരങ്ങളിൽ പലതിനും ആഴത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ട്. നമ്മളുടെ പൂർവികർ നിരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ ശാസ്ത്രീയ സത്യങ്ങളാണ് ഈ ആചാരങ്ങളുടെ അടിസ്ഥാനം. ഈ വീഡിയോയിൽ ചില പ്രധാനപ്പെട്ട ആചാരങ്ങളുടെ പിന്നിലെ ശാസ്ത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. നദികളിലേക്ക് നാണയങ്ങൾ എറിയുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ഈ ആചാരത്തിന് പിന്നിൽ ആഴത്തിലുള്ള ശാസ്ത്രീയ അർത്ഥമുണ്ട്. പണ്ടുകാലത്ത് നാണയങ്ങൾ പ്രധാനമായും ചെമ്പ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഈ ചെമ്പ് മനുഷ്യ ശരീരത്തിന് അപ്രതീക്ഷിതമായ ഒരു ലോഹമാണ്. ചെമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ സഹായിക്കുകയും ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പണ്ടുകാലത്ത് ശുദ്ധജലം ലഭിക്കുന്നത് പ്രയാസമായിരുന്നു. അതിനാൽ നദികളും കുളങ്ങളും പ്രധാന ജലസ്രോതസ്സുകളായിരുന്നു. ഈ ജലസ്രോതസ്സുകളിൽ ചെമ്പ് നാണയങ്ങൾ എറിയുന്നതിലൂടെ ജലത്തിൽ ചെമ്പിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തി. ജലത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ ചെമ്പ് ലഭിക്കുന്നുവെന്നാണ് പൂർവികർ വിശ്വസിച്ചിരുന്നത്. ഇത് ശരിവയ്ക്കുന്നത് പോലെ ആധുനിക ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചെമ്പ് അണുബാധയെ തടയുകയും ജലം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ചെമ്പിന്റെ സാന്നിധ്യം ജലത്തിലെ ബാക്ടീരിയ വളർച്ചയെ തടയുകയും അതുവഴി ജലം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഒരു കലാരൂപമായ മെഹന്തിക്ക് ഔഷധ ഗുണങ്ങളുമുണ്ട്. മെഹന്തിയിൽ അടങ്ങിയിരിക്കുന്ന ലോഷൻ ശരീരത്തിന് തണുപ്പ് നൽകുകയും നരമ്പുകളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. വിവാഹം പോലുള്ള സമ്മർദ്ദമേറിയ സന്ദർഭങ്ങളിൽ മെഹന്തി പുരട്ടുന്നത് മാനസിക സംഘർഷം കുറയ്ക്കുകയും ഉത്കണ്ഠയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കൂടാതെ മെഹന്തിയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടനകൾ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് ബാക്ടീരിയയെ തടയുകയും ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. കൈകളിലും കാലുകളിലുമാണ് സാധാരണമായി മെഹന്തി പുരട്ടുന്നത്. ഈ ഭാഗങ്ങളിൽ ധാരാളം നാഡികൾ കടന്നുപോകുന്നു. മെഹന്തി പുരട്ടുന്നതിലൂടെ ഈ നാഡികളെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തിലെ ഊർജ പ്രവാഹം സുഗമാക്കുകയും ചെയ്യുന്നു. സൂര്യ നമസ്കാരം ഒരു ശക്തമായ യോഗാസനമാണ്. ഉദിക്കുന്ന സൂര്യനെ വന്ദിക്കുന്ന ഈ ആചാരത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. രാവിലെ സൂര്യപ്രകാശം നേരിട്ട് കണ്ണുകളിൽ പതിക്കുന്നത് വിറ്റാമിൻ ഡി ഉൽപാദനത്തെ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി ശരീരത്തിന് കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇത് രക്തക്രമീകരണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. കൂടാതെ സൂര്യ നമസ്കാരം ചെയ്യാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നതിനാൽ ഇത് ആരോഗ്യകരമായ ദിനചര്യം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഇന്ത്യൻ സ്ത്രീകൾ വളകൾ ധരിക്കുന്നതിന് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. കൈത്തണ്ടയിൽ ധരിക്കുന്ന വളകൾ രക്തക്രമീകരണം മെച്ചപ്പെടുത്തുന്നു. ഇതിന് കാരണം കൈത്തണ്ടയിൽ ധാരാളം നാഡികൾ കടന്നുപോകുന്നു. വളകൾ ധരിക്കുന്നതിലൂടെ ഈ നാഡികൾ ഉത്തേജിപ്പിക്കുകയും രക്തക്രമീകരണം സുഗമാക്കുകയും ചെയ്യുന്നു. കൂടാതെ വളകളുടെ വൃത്താകൃതി ശരീരത്തിലെ ഊർജം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. വളകൾ ധരിക്കുന്നതിലൂടെ ശരീരത്തിലെ ഊർജം വൃത്താകൃതിയിൽ പ്രവഹിക്കുകയും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങൾ ആരാധന ആലയങ്ങളാകുന്നതിനു പുറമെ പോസിറ്റീവ് ഊർജം നിറഞ്ഞ സ്ഥലങ്ങളുമാണ്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് ഭൂമിയുടെ കാന്തിക ശക്തി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ വാസ്തുശാസ്ത്രം നിയമങ്ങൾ പാലിക്കുന്നു. ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരുന്ന പ്രതിഷ്ഠ ഭൂമിയുടെ കാന്തിക ശക്തി ഏറ്റവും കൂടിയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠയ്ക്ക് അടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെമ്പ് പാത്രങ്ങൾ ഭൂമിയുടെ കാന്തിക തരംഗങ്ങളെ അബ്സോർബ് ചെയ്ത് റേഡിയേറ്റ് ചെയ്യുന്നു. ഈ കാന്തിക തരംഗങ്ങൾ മനുഷ്യ ശരീരത്തെ പോസിറ്റീവ് ഊർജം പരക്കുകയും മാനസിക സംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര ദർശനം ഈ പോസിറ്റീവ് ഊർജം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ പലതിനും ശാസ്ത്രീയ അടിത്തറയുണ്ട്. ഈ ആചാരങ്ങളിൽ പലതും നമ്മളുടെ പൂർവികർ നിരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ ശാസ്ത്രീയ സത്യങ്ങളാണ്. ഈ ആചാരങ്ങളുടെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുന്നതിലൂടെ അവയുടെ മൂല്യം വിലയിരുത്താനും അവയെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും കഴിയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. See you soon.